ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ 3 രാജ്യങ്ങളുടെ ഡെവലപ്മെൻറ്റൽ എക്സ്പീരിയൻസസിനെ കമ്പയർ ചെയ്യാൻ പോവുകയാണ്. കുറച്ച് ഡാറ്റകളുടെ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ കുറച്ച് പാരാമീറ്ററുകളുടെ അടിസ്ഥാനത്തിലും നമ്മൾ എന്ത് ചെയ്യുകയാണ്, കമ്പയർ ചെയ്യാൻ പോവുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ ഇവരുടെ ഡെവലപ്മെൻറ്റൽ എക്സ്പീരിയൻസസിലുള്ള സമാനതകളും അതുപോലെ തന്നെ അതിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളും അവർ ഓരോ സമയത്തായിട്ട് എടുത്തിട്ടുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തതാണ്, കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് പഠിച്ചതാണ്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെയും ചൈനയുടെയും പാകിസ്ഥാൻ്റെയും പ്രധാനപ്പെട്ട ജനസംഖ്യാ സൂചകങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരു ടേബിൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ? ഈ ടേബിളിൽ കുറച്ച് ജനസംഖ്യാ സൂചകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ നോക്കിയേ, ജനസംഖ്യ ദശലക്ഷത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ജനസംഖ്യ ദശലക്ഷത്തിൽ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിൽ 1237 ദശലക്ഷം, അതുപോലെ തന്നെ ചൈനയിൽ 1350 ദശലക്ഷം, പാകിസ്ഥാനിൽ 179 ദശലക്ഷം അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒത്തിരി കൊല്ലങ്ങൾക്ക് മുൻപുള്ള ഡാറ്റയാണ്. ജനസംഖ്യയിൽ ഇന്ന് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏത് രാജ്യമാണ്? ഇന്ത്യയാണ്. പക്ഷേ ഇത് ടെക്സ്റ്റ് ബുക്ക് അച്ചടിക്കുന്ന സമയത്ത് ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്ത് നിന്നിരുന്നത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന രാജ്യമായിട്ട് അറിയപ്പെടുന്നത് ചൈനയായിരുന്നു. പക്ഷേ ഇന്ന് അതെത്രയാണ്? ഇന്ത്യയാണ്. അപ്പോൾ ആ ഒരു മാറ്റം നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ കൊണ്ടുവരണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ അന്ന് 1237 ദശലക്ഷം ആളുകൾ താമസിച്ചിരുന്നു. ചൈനയിൽ 1350 ആളുകൾ താമസിച്ചിരുന്നു. 179 ദശലക്ഷം ആളുകളാണ് പാകിസ്ഥാനും താമസിച്ചിരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജനസംഖ്യയുടെ വാർഷിക വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 2001-2010 കാലഘട്ടത്തിലെ ജനസംഖ്യയുടെ വാർഷിക വളർച്ചാ നിരക്ക് ഇന്ത്യയിൽ 1.26%, ചൈനയിൽ 0.49, പാകിസ്ഥാനിൽ 1.68 ജനസാന്ദ്രതയുടെ കണക്ക് നോക്കുകയാണെങ്കിലും ഇന്ത്യയിലെ ജനസാന്ദ്രത 411, ചൈനയിൽ 144, പാകിസ്ഥാനിൽ 229. സ്ത്രീ പുരുഷ അനുപാതത്തിലും 48.3 ഇന്ത്യയിൽ, ചൈനയിൽ 48.2, 48.6 പാകിസ്ഥാനിൽ അല്ലേ? ഫെർട്ടിലിറ്റി റേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫെർട്ടിലിറ്റി റേറ്റ് കൂടുതലുള്ളത് പാകിസ്ഥാനിലും, പിന്നെ ഇന്ത്യയിലും, പിന്നെ ചൈനയിലുമാണ്. നഗരവൽക്കരണത്തിൻ്റെ കാര്യം എടുത്ത് നോക്കിയാലും ഇന്ത്യയിൽ 32%, ചൈനയിൽ 52%, പാകിസ്ഥാനിൽ 37%. അപ്പോൾ നിങ്ങൾ ഈ ജനസംഖ്യാ സൂചകങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഓരോ സൂചകത്തിലും ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന രാജ്യം ഏതാണ്, ഏറ്റവും കുറവ് നിലനിൽക്കുന്ന രാജ്യം ഏതാണ് എന്നുള്ളത് എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ഈ കണക്ക് 2012 കണക്കുകൾ പ്രകാരമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2012 കണക്കുകൾ പ്രകാരമായതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ഭാഗം, ഈ ജനസംഖ്യ ദശലക്ഷത്തിൽ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം മാത്രം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന രാജ്യം ഏത് എന്ന് ചോദ്യമൊക്കെ ചോദിക്കാറുണ്ട് സാധാരണഗതിയിൽ. അപ്പോൾ നിങ്ങൾ ചൈന എന്ന് എഴുതി വെച്ച് കഴിഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, മാർക്ക് കിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് പോയിൻറ്റുകളിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ആ പോയിൻറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. ഇന്ത്യ, ചൈന എന്നിവയുടെ സംയുക്ത ജനസംഖ്യ 240 കോടിയിൽ അധികമാണ്. 3 രാജ്യങ്ങളിൽ വെച്ച് ജനസംഖ്യ കൂടുതലുള്ള രാജ്യം ചൈനയാണെങ്കിലും ജനസാന്ദ്രത വളരെ താഴ്ന്നതാണ്. ചൈനയുടെ ജനസാന്ദ്രത വളരെ താഴ്ന്നതാണ്. ചൈനയുടെ ഉയർന്ന ഭൂവിസ്തൃതി മൂലമാണ് ഇത് സാധ്യമാക്കുന്നത് എന്നാണ് പറയുന്നത്. ജനസംഖ്യയുടെ വാർഷിക വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതൽ പാകിസ്ഥാനിലും ഏറ്റവും കുറവ് എവിടെയാണ്? ചൈനയിലുമാണ്. ചൈന 1970കളിൽ നടപ്പിലാക്കിയ ഏക സന്താന നയമാണ് ചൈനയുടെ താഴ്ന്ന
വാർഷിക വളർച്ചാ നിരക്കിന് കാരണം എന്നാണ് പറയുന്നത്. ചൈനയിലെ ഒരു ഏകസന്താന നയം, ഒറ്റക്കുട്ടി നയം എന്ന് പറയുന്ന ഒരു നയം നടപ്പിലാക്കിയിരുന്നു. അത് കാരണമാണ് ഇത്തരത്തിൽ താഴ്ന്ന വാർഷിക വളർച്ചാ നിരക്ക് ചൈനയ്ക്ക് ഉണ്ടായത് എന്നാണ് പറയുന്നത്. സ്ത്രീ പുരുഷ അനുപാതം 3 രാജ്യങ്ങളിലും ഏറെക്കുറെ തുല്യമാണ്. 3 രാജ്യങ്ങളിലും സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരുടെ എണ്ണം വളരെയധികമാണെന്നാണ് പറയുന്നത്. പുത്രന്മാർക്ക് മുൻഗണന നൽകുന്ന രീതിയാണ് 3 രാജ്യങ്ങളിലും നിലനിൽക്കുന്നത് എന്ന് ഇവ വ്യക്തമാക്കുന്നുമുണ്ട്. സ്ത്രീകൾ ഉണ്ടായിക്കഴിഞ്ഞു വെച്ചാൽ അതെന്തോ പ്രശ്നമാണെന്നും സ്ത്രീകൾ ഭയങ്കര സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു ആശയത്തിൽ നിന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കാണണം. അത് ഒരു തെറ്റായൊരു ചിന്താഗതിയാണ് അല്ലേ. അങ്ങനെ സ്ത്രീകൾ എന്ന് പറയുന്നത് സ്ത്രീകളെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മാറ്റി നിർത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഫെർട്ടിലിറ്റി നിരക്ക് ഏറ്റവും ഉയർന്നത് പാകിസ്ഥാനിലാണ്, ഏറ്റവും താഴ്ന്നത് ചൈനയിലാണെന്ന് ആ പട്ടിക പ്രകാരം നമുക്ക് വ്യക്തമാകുന്നുണ്ട്. നഗരവൽക്കരണം ഏറ്റവും കൂടുതൽ ചൈനയിലാണ്, പാകിസ്ഥാനിലാണ് രണ്ടാമത് ഉയർന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഇൻഫറൻസസ് നമുക്ക് ആ ടേബിളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നവും അതുപോലെ തന്നെ വിവിധ മേഖലകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ടാണ്. ചൈനയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൻ്റെ ഉയർന്ന വളർച്ച ലോകത്താകമാനം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ലോകത്ത് ആഭ്യന്തര ഉൽപ്പാദനം ഉയർന്നു നിൽക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്താണ് ചൈന. ചൈനയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം $7.2 ട്രില്യൺ. ഇതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഇതൊരു വട്ടം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ചൈനയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം $7.2 ട്രില്യൺ. ഇന്ത്യയുടേത് എത്രയാണ്? $3.3 ട്രില്യൺ. എന്നാൽ പാകിസ്ഥാൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം ഇന്ത്യയുടെ 10% മാത്രമേ വരുള്ളൂ എന്നാണ് പറയുന്നത്. ഈ 3 രാജ്യങ്ങളുടെയും 1980 മുതൽ 2010 വരെയുള്ള GDPയുടെ വളർച്ചാ നിരക്ക് വ്യക്തമാക്കുന്ന പട്ടിക ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞു വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അവരുടെ ആഭ്യന്തര ഉൽപ്പന്ന വളർച്ചാ നിരക്ക് എത്രയാണെന്ന് കാണാൻ സാധിക്കും. 1980-90 കാലഘട്ടത്തിൽ ഇന്ത്യയുടേത് 5.7%, ചൈനയുടേത് 10.3%, പാകിസ്ഥാൻ്റേത് 6.3% ഇനി 2000-2010 അത് 7.4%, 10.3%, 4.7% എന്നാണ് പറയുന്നത്. അപ്പോൾ ആഭ്യന്തര ഉൽപ്പാദന വളർച്ചാ നിരക്ക് 3 രാജ്യങ്ങളിലും വെച്ച് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എവിടെയാണ്? ചൈനയിലാണെന്നാണ് പറയുന്നത്. അതിനുശേഷം 1980-90 കാലഘട്ടത്തിൽ അത് പാകിസ്ഥാനിൽ കൂടുതലായിരുന്നു, പിന്നീടാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. പക്ഷെ 2000-2010 കാലഘട്ടത്തിൽ ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ എന്നുള്ള നിലയിലേക്ക് അത് വന്നു എന്നാണ് പറയുന്നത്. ഒട്ടുമിക്ക വികസിത രാജ്യങ്ങളും 5% വളർച്ചാ നിരക്ക് നിലനിർത്താൻ പ്രയാസപ്പെടുമ്പോൾ ചൈന കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികമായി 2 അക്കത്തിനടുത്ത വളർച്ചാ നിരക്ക് നിലനിർത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. 1980-കളിൽ ആഭ്യന്തര ഉൽപ്പന്ന വളർച്ചാ നിരക്കിൽ ഇന്ത്യയേക്കാൾ മുന്നിലായിരുന്നു പാകിസ്ഥാനെന്ന് മുകളിലത്തെ പട്ടികയിൽ നിന്ന് വ്യക്തമാണ്. 2000-2010 കാലയളവിൽ ചൈനയിൽ വളർച്ചാ നിരക്ക് മാറ്റമില്ലാതെ തുടർന്നപ്പോൾ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 7.4% ഉയർന്നു. എന്നാൽ ഇതേ കാലയളവിൽ തന്നെ പാകിസ്ഥാൻ്റെ വളർച്ചാ നിരക്ക് കുറയുകയാണ് ചെയ്തത്. പാകിസ്ഥാനിലെ രാഷ്ട്രീയ അസ്ഥിരതയും, ഈ പോയിന്റ് നോട്ട് ചെയ്യണം, പാകിസ്ഥാനിലെ രാഷ്ട്രീയ അസ്ഥിരതയും 1998 നടപ്പിലാക്കിയ സാമ്പത്തിക നയപരിഷ്കാരങ്ങളുമാണ് ഇതിന് കാരണമായി തീർന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി GDP, തൊഴിൽ ശക്തി എന്നിവയുടെ മേഖലാ പങ്കാളിത്തം 2008-12 കാലഘട്ടത്തിൽ ശതമാന അടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. GDPയിലേക്കുള്ള വിവിധ മേഖലകളുടെ പങ്കാളിത്തം നോക്കിയേ. ഇന്ത്യയിൽ 2008-2012 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ കാർഷിക മേഖല GDPയിലേക്ക് സംഭാവന ചെയ്തത് 17%. അതുപോലെ തന്നെ വ്യാവസായിക മേഖല 26%, സേവന മേഖല അത് 57%. ചൈനയിലാണെങ്കിൽ അത് 10, കാർഷിക മേഖല 10%, വ്യാവസായിക മേഖല 47, സേവന മേഖല 43.
പാകിസ്ഥാനിൽ 20, 26, 54 എന്നീ ശതമാനത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. GDPയിലേക്കുള്ള ഓരോ മേഖലകളുടെയും കോൺട്രിബ്യൂഷൻ നിങ്ങൾക്കറിയാം. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇനി വിവിധ മേഖലകളിലെ തൊഴിലാളികൾ, വിവിധ മേഖലകളിൽ ഇപ്പോൾ കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും സേവന മേഖലയിലൊക്കെ ഒത്തിരി തൊഴിലാളികളുണ്ട്. അവർ എത്രത്തോളമാണ് ഓരോ മേഖലയിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ മേഖലയിലും എത്രത്തോളം തൊഴിലാളികളാണ് കാണപ്പെടുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാർഷിക മേഖലയിൽ ഇന്ത്യയിൽ 51% ആളുകളും കാർഷിക മേഖലയിലാണ്. വ്യാവസായിക മേഖലയിൽ 22% ആളുകളുണ്ട്. സേവന മേഖലയിൽ 27% ആളുകളുണ്ട്. ചൈനയിൽ 34% ആളുകളും എവിടെയാണ്? കാർഷിക മേഖലയിലാണ്. വ്യാവസായിക മേഖലയിൽ 29% ആളുകളും സേവന മേഖലയിൽ 37% ആളുകളുമാണ്. പാകിസ്ഥാനിൽ 45% ആളുകളും കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിൽ 20% ആളുകളും സേവന മേഖലയിൽ 35% ആളുകളുമാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, വിവിധ മേഖലകളിലെ ഉൽപ്പന്ന വളർച്ചയുടെ പ്രവണതകളെ 1980, 2013 കാലഘട്ടത്തിലെ ഡാറ്റ പ്രകാരം നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ കാർഷിക മേഖല 1989, 90 കാലഘട്ടത്തിൽ കാർഷിക മേഖല 33.1% ചൈന അത് 5.9% പാകിസ്ഥാൻ 4% വ്യാവസായിക മേഖല എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യ 7.4, ചൈന 10.8, പാകിസ്ഥാൻ 7.7. സേവന മേഖല 6.9, 13.5, 6.8 അല്ലേ? ഇത് 1989, 90 കാലഘട്ടത്തിലെ കണക്കുകൾ പ്രകാരമാണ്. ഇനി ഇത് യഥാക്രമം 2005, 2013 കാലഘട്ടത്തിലെ കണക്ക് പ്രകാരം ഇന്ത്യ അത് 4% വളർന്നു. കാർഷിക മേഖല 4% വളർന്നു. അതേപോലെ തന്നെ വ്യാവസായിക മേഖല 6.9% വളർന്നു. സേവന മേഖല 9.4% വളർന്നു അല്ലേ? ചൈനയിൽ നോക്കി 4.5% കാർഷിക മേഖല, 11% വ്യാവസായിക മേഖല, 10.9% സേവന മേഖല. പാകിസ്ഥാൻ 3.4% കാർഷിക മേഖല, 4.3% വ്യാവസായിക മേഖല, 4.8% ഏത് സേവന മേഖല എന്ന് പറയുന്നത്. വിവിധ മേഖലകളിലെ ഉൽപ്പന്ന വളർച്ചകളുടെ പ്രവണതകളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രവണതകൾ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്കിൽ ഇതിന് കൊടുത്തിട്ടുള്ള എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് വായിക്കണം. ഈ ഭാഗത്ത് നിന്നൊന്നും അധികം ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഞാൻ വെറും ഡാറ്റ വെച്ച് മാത്രം എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്കിലുള്ള ആ എക്സ്പ്ലനേഷൻ കൂടി ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മാനവ വികസന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ 3 രാജ്യങ്ങളും എങ്ങനെയാണ് ഉള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മാനവ വികസന സൂചികയുടെ മൂല്യം അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ അത് 0.5 ഓക്കെ, ചൈനയിൽ 0.6, പാകിസ്ഥാനിൽ 0.515 ആണ്. മാനവ വികസന സൂചികയിലെ റാങ്ക് ഇന്ത്യ 136, ചൈന 101, പാകിസ്ഥാൻ 146. ഇതൊന്നും നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കണം കേട്ടോ. റീസെൻറ്റ് ടൈമിലുള്ള മാനവ വികസന സൂചികയിലെ റാങ്ക് ചോദിക്കാറുണ്ട്. അത് 3 രാജ്യങ്ങളുടെയും റാങ്ക് ഇപ്പോൾ ഇന്ത്യ 114 സ്ഥാനത്തേക്കോ 13 സ്ഥാനത്തേക്കോ ഒക്കെ എത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് കണ്ടുപിടിക്കണം. ആയുർദൈർഘ്യം ഇന്ത്യയിലാണെങ്കിൽ 65.8 വയസ്സ് വരെ ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? താമസിക്കും. ചൈനയിൽ അത് 73.7 ആണ്. പാകിസ്ഥാനിൽ 65.7 ആണ്. ഒരു ശരാശരി ആയുർദൈർഘ്യമാണ്, ഒരു മനുഷ്യൻ താമസിക്കുന്ന ശരാശരി ആയുർദൈർഘ്യത്തെയാണ് ഇത് കാണിക്കുന്നത്. പ്രായപൂർത്തിയായവരുടെ സാക്ഷരതാ നിരക്ക് ഇന്ത്യയിൽ 62.8 ആണ്, 94.3 ആണ്. ചൈനയിൽ, പാകിസ്ഥാനിൽ അത് 54.9% പറയുന്നത്. ഓക്കെ, ഇനി ഇനങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കണക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് നോക്കിയേ. ആളോഹരി GDP എന്ന് പറയുന്ന ഇന്ത്യയിൽ 3203, ചൈനയിൽ 7418, പാകിസ്ഥാനിൽ 2424. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ അനുപാതം ഇന്ത്യയിൽ 29.8,
ചൈനയിൽ 2.8, പാകിസ്ഥാനിൽ 21. ഇനി ശിശുമരണ നിരക്ക്, പ്രസവാനന്തര മരണനിരക്ക്, സുസ്ഥിരമായ ശുചീകരണ സൗകര്യമുള്ള ജനങ്ങൾ, സുസ്ഥിരമായ ജലവിതരണ സൗകര്യമുള്ള ജനങ്ങൾ, പോഷകാഹാരക്കുറവുള്ള ജനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കണക്ക് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കുക, ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. ഇതൊന്നും അത്ര കറക്റ്റായിട്ട് ചോദിക്കാൻ സാധ്യതയില്ലാത്തതാണ്. എങ്കിൽ പോലും നമുക്ക് കുറച്ച് ഇൻഫറൻസസിൽ എത്തേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്ന് പറയാം. നമുക്ക് ആ ഇൻഫറൻസസ് ഒന്ന് വായിച്ചു നോക്കാം അല്ലേ. മാനവ വികസന സൂചികയുടെ റാങ്കിങ്ങിൽ ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളെ അപേക്ഷിച്ച് ചൈന വളരെ മുന്നിലാണ്. ആളോഹരി വരുമാനം, ആയുർദൈർഘ്യം, പ്രായപൂർത്തിയായവർക്കിടയിലെ സാക്ഷരതാ നിരക്ക്, പോഷകാഹാര ലഭ്യത, ശിശുമരണ നിരക്ക്, മാതൃമരണ നിരക്ക് എന്നീ കാര്യങ്ങളിലെല്ലാം ചൈന മുന്നിട്ട് നിൽക്കുന്നുണ്ട്. മെച്ചപ്പെട്ട ജലലഭ്യത, ഉറവിടങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ചൈനയേക്കാൾ മുന്നിലാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ അനുപാതത്തിൽ മറ്റ് രാജ്യങ്ങളെക്കാളും മുന്നിലാണ് ഇന്ത്യ. വിദ്യാഭ്യാസം, ശുദ്ധജല ലഭ്യത, സാനിറ്റേഷൻ തുടങ്ങിയ സൗകര്യങ്ങളുടെ ലഭ്യതയിലും ഇന്ത്യയേക്കാൾ മുന്നിൽ നിൽക്കുന്നത് പാകിസ്ഥാനാണ്. പ്രസവാനന്തര മരണനിരക്ക് ചൈനയിൽ വളരെ കുറവും ഇന്ത്യയിലും പാകിസ്ഥാനിലും വളരെ കൂടുതലുമാണ്. അപ്പോൾ ഈ ഇൻഫറൻസസ് അല്ലെങ്കിൽ ഈ ഒരു കൺക്ലൂഷൻസിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഡാറ്റ വെച്ച് എത്തുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഈ 3 രാജ്യങ്ങളിലും നിലനിർത്തിയ വികസന തന്ത്രങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ എന്നീ 3 രാജ്യങ്ങളും സാമ്പത്തിക വികസനത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലൂടെയാണ് കടന്നു പോയിട്ടുള്ളതെങ്കിലും അവ നടപ്പിലാക്കുവാനിടയായ സാഹചര്യം ആദ്യം നമുക്ക് പരിഗണിക്കാം. ചൈന 1978-ലും പാകിസ്ഥാൻ 1988-ലും ഇന്ത്യ 1991-ലുമാണ് സാമ്പത്തിക നയപരിഷ്കരണം നടപ്പിലാക്കിയതെന്ന് നാം മനസ്സിലാക്കി. ഇന്ത്യയും പാകിസ്ഥാനും അന്താരാഷ്ട്ര നാണയനിധിയുടെ, ലോകബാങ്കിൻ്റെയും സമ്മർദ്ദം മൂലമാണ് സാമ്പത്തിക പരിഷ്കരണത്തിൻ്റെ പാതയിലേക്ക് കടന്നു വന്നത്. എന്നാൽ ബാഹ്യശക്തികളുടെ പ്രേരണയില്ലാതെ സ്വയമേവയാണ് ചൈന സാമ്പത്തിക പരിഷ്കരണ നടപടികൾ നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ചൈന അത്തരം കാര്യങ്ങളിലൊക്കെ വിജയിച്ചത് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, മാവോ സേതുങ്ങിൻ്റെ ഭരണകാലത്തെ സമ്പദ് വ്യവസ്ഥയുടെ മന്ദഗതിയിലുള്ള വളർച്ചയും ആധുനികവൽക്കരണത്തിൻ്റെ അഭാവവും വികസന പ്രക്രിയയിൽ നിന്നും വിദേശ മൂലധനത്തെയും സാങ്കേതിക വിദ്യയെയും ഒഴിവാക്കി നിർത്തിയ മനോഭാവവും ചൈനയിൽ 1978-ൽ അധികാരത്തിൽ വന്ന പുതിയ ഭരണ നേതൃത്വത്തിൽ അസന്തുഷ്ടിയുണ്ടാക്കി. ഈ അസന്തുഷ്ടിയാണ് സാമ്പത്തിക പരിഷ്കരണങ്ങൾ സ്വയമേവ നടപ്പിലാക്കുവാൻ ചൈനയെ പ്രേരിപ്പിച്ചത്. സമ്മർദ്ദങ്ങളില്ലാതെ നടപ്പിലാക്കുവാൻ കഴിഞ്ഞതിൽ രാഷ്ട്രീയ പ്രതിബദ്ധതയ്ക്ക് കോട്ടം തട്ടാതെ കമ്പോള സംവിധാനത്തെ രാഷ്ട്രവികസനത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ ചൈനയ്ക്ക് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ചൈനയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഘട്ടം ഘട്ടമായാണ് നടപ്പിലാക്കിയത്. പരിഷ്കാരങ്ങൾ ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ ചെറിയ മേഖലകളിൽ നടപ്പിലാക്കുകയും കുറവുകൾ പരിഹരിച്ച് വ്യാപകമാക്കുകയും ചെയ്യുന്ന സമീപനമാണ് ചൈന പിന്തുടർന്നത്. ഇതും ചൈനയുടെ സാമ്പത്തിക പരിഷ്കരണങ്ങൾ മെച്ചപ്പെട്ട ഫലങ്ങൾ ഉളവാക്കുന്നതിന് സഹായിച്ചു എന്നാണ് പറയുന്നത്. കൂടാതെ പരിഷ്കരണത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങളും വിതരണ സമ്പ്രദായത്തിൽ ആർജിച്ച സമത്വവും വികേന്ദ്രീകൃത ആസൂത്രണവും പരിഷ്കരണ ഘട്ടത്തിൽ മറ്റ് 2 രാജ്യങ്ങളെക്കാളും മുന്നേറുന്നതിന് ചൈനയെ സഹായിച്ചു എന്നാണ് പറയുന്നത്. സാമ്പത്തിക പരിഷ്കരണ നയങ്ങൾ പാകിസ്ഥാനെ പിന്നിലേക്കാണ് നയിച്ചതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. സാമ്പത്തിക പരിഷ്കരണത്തിന് ശേഷമുള്ള കാലയളവിൽ പാകിസ്ഥാൻ്റെ വളർച്ചയിൽ ഗണ്യമായ കുറവ് കാണുന്നതായി നാം മനസ്സിലാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ അസ്ഥിരത, വിദേശ വായ്പകളുള്ള അമിതമായ ആശ്രയത്വം, കാർഷിക മേഖലകളുടെ മോശമായ പ്രകടനം, 2005-ലെ ശക്തമായ ഭൂകമ്പം എന്നിവയെല്ലാം പാകിസ്ഥാൻ്റെ മന്ദഗതിയിലുള്ള വളർച്ചയ്ക്കും കാരണമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 2004-2005 കാലഘട്ടത്തിൽ പാകിസ്ഥാൻ നടപ്പിലാക്കിയ 1 ഇയർ പെർഫോമൻസിൻ്റെ ഫലമായി സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്ക് 8% ഉയർത്താൻ കഴിഞ്ഞു എന്നത് ആശാവഹമാണ്. നാണ്യപ്പെരുപ്പവും ഉയർന്ന തോതിലുള്ള സ്വകാര്യവൽക്കരണവും നിലനിൽക്കുന്നുണ്ടെങ്കിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായുള്ള ഗവൺമെൻറ് ചെലവ് വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെയും പരിഷ്കരണങ്ങളുടെയും വിവിധ ഘട്ടങ്ങൾ നാം ഇതിനു മുൻപൊക്കെ ചർച്ച ചെയ്തതാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ചൈനയ്ക്കും അമേരിക്കയ്ക്കും പിന്നിൽ 3ാമത്തെ വൻ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ ഇന്നും നിലകൊള്ളുന്നുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും തിളക്കമാർന്ന ഘടകങ്ങൾ രാഷ്ട്രീയ സുസ്ഥിരതയും അചഞ്ചലമായ
ജനാധിപത്യ സംവിധാനവുമാണ്. എന്നാൽ സാമ്പത്തിക രംഗത്ത് ചൈനയോടൊപ്പം എത്തണമെങ്കിൽ ഉയർന്ന വളർച്ചാ നിരക്ക് അത്യന്താപേക്ഷിതമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസങ്ങളായിട്ട് പഠിച്ചത് എന്താണ്? ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ എന്നിവയുടെ വികസന തന്ത്രങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവയെ നടപ്പിലാക്കിയിട്ടുള്ള ഡെവലപ്മെൻ്റൽ പാത്തിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളാണ് നമ്മൾ നടന്നത്. അപ്പോൾ ഏത് പാത്താണെങ്കിൽ പോലും ഈ 3 രാജ്യങ്ങളും എങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന നിലയിലേക്ക് എത്തിപ്പെട്ടത് എന്നതിൻ്റെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ പഠിക്കുക. ഇതോടുകൂടി നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിലെ ചാപ്റ്റേഴ്സ് തീരുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമാണ്, നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ഈ ഓരോ ചാപ്റ്റർ എടുക്കുന്ന സമയത്തും അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ മാത്രമാണ് എക്സാമിന് ചോദിക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമേ ഇത്രയും കാലമായി എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളൂ. അത് ഏറ്റവും റെഗുലറും ഒപ്പം തന്നെ അത്രയും സിന്തറ്റിക്കുമായിട്ടുള്ളൊരു ഭാഗമാണ് നമ്മൾ ഇത്രയും ദിവസങ്ങളായിട്ട് ഈ ഒരു 10 ചാപ്റ്ററുകളിലൂടെ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്ത് വന്നത്. ഇന്ന് കാണുന്ന നിലയിലേക്ക് ഇന്ത്യ എങ്ങനെയാണ് എത്തിപ്പെട്ടത് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, എക്കണോമിക്സ് പഠിക്കുന്ന ഒരു കുട്ടിയും ഒരിക്കലും ഇനി എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ എക്കണോമിക്സിൻ്റെ രീതിയിലുള്ള സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ രീതിയിലുള്ള ഒരു കാര്യം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അതിനെ അവലോകനം ചെയ്യാനുള്ള ഒരു സ്കില്ല് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ക്ലാസ് കാണുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.